മെയ് 25 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വളരുന്ന കൃതജ്ഞത എന്ന തലക്കെട്ടോടു കൂടിയാണ്. മധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം നന്ദി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ശീലമായിട്ടുണ്ടാവില്ല. കാരണം കാര്യങ്ങൾ എന്തെങ്കിലും നടത്താനായിട്ട് കാണിക്കുന്ന ഒരു എളിമ, അതിനുശേഷം അത് മറ്റുള്ള ആളുകൾ ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തിലാണ് പലപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുക. നന്ദി എന്ന വാക്കിന്റെ അർത്ഥം പോലും കൃത്യമായിട്ട് അറിയില്ല. അതിപ്പോ എന്നോട് മറ്റുള്ളവർ ചെയ്തു തരേണ്ടതാണ് എന്ന ആ ചിന്ത ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുമ്പോൾ നമ്മൾ കൂട്ടായ്മയിലേക്ക് വരുന്നു. കൂട്ടായ്മയിൽ നമ്മളെ സഹായിക്കുന്ന, പക്ഷെ എല്ലാവരോടും നമുക്ക് സ്നേഹമൊക്കെ ഉണ്ടാവുമ്പോഴും അവരെ കുറിച്ച് പേര് പറഞ്ഞ് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണോ നമ്മുടെ നന്ദി പ്രകടനം? പലപ്പോഴും നന്ദി ഇല്ലാത്തവനാവരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് പഴമക്കാർ. പക്ഷേ പ്രോഗ്രാം പറയുന്ന നന്ദി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന ആളുകൾ, നമ്മളെ പ്രോഗ്രാമിൽ സഹായിച്ചവരോടൊക്കെ ഉള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ, അവരോട് നന്ദി ഉണ്ടെങ്കിൽ, ആ നന്ദി നമ്മൾ കൊടുക്കേണ്ടത് മുന്നോട്ട് തന്നെയാണ് എന്നാണ് പ്രോഗ്രാം പറയുന്നത്. നമുക്ക് നന്ദി ഇല്ലാത്ത ആളുകളാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുമ്പോൾ ആ നന്ദി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പ്രോഗ്രാമിൽ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ, ഇന്നിൽ കൃത്യമായിട്ട് നിൽക്കാനൊക്കെ ഈ നന്ദി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. കഴിഞ്ഞ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണും, അല്ലെങ്കിൽ കഴിഞ്ഞ ജീവിതത്തിൽ നമുക്കുണ്ടായ കുഴപ്പങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇന്ന് നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ആ അനുഗ്രഹമുണ്ട്. അവിടെയാണ് നമ്മൾ ആ നന്ദിയെ മുന്നോട്ട് കൊടുക്കുക. എന്തൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്, കുറേ ഘടകങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പം നമ്മളെ നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന ആളെ കുറിച്ച് മീറ്റിങ്ങിൽ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും നമ്മളെ സഹായിച്ചിട്ടുള്ള, അത് മീറ്റിങ്ങിൽ പറഞ്ഞ് വ്യക്തികളെ നമ്മൾ പുകഴ്ത്തി കാണിച്ചത് കൊണ്ടോ നന്ദി ആവില്ല എന്നുള്ളത്. അതൊക്കെ വ്യക്തിപരമാണ്. സാധാരണ നമ്മളെ വ്യക്തികളെ പുകഴ്ത്തി പറയാത്തതിൻ്റെ കാരണം നമ്മളും ചെയ്യുന്ന പ്രവർത്തികൾക്ക് വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ പുകഴ്ത്താൻ തുടങ്ങുമ്പോൾ നമുക്കും പേര് വേണമെന്ന ആഗ്രഹം വരും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഉപാധിയില്ലാതെ ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പേര് പറഞ്ഞില്ല, നമ്മളോട് ആളുകൾ നന്ദി കാണിച്ചില്ല എന്നുള്ള പരാതികൾ നമ്മൾ പറയാൻ തുടങ്ങും. നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. മറ്റുള്ള ആൾക്കാരോട് നമ്മൾ നന്ദി കാണിക്കാതിരിക്കുകയും പക്ഷെ നമ്മളോട് നന്ദി കാണിച്ചില്ല എന്നുള്ള പരാതി പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമുക്ക് 12-ാം പടി പ്രവർത്തനത്തിന് അവസരം കിട്ടിയെങ്കിൽ നമ്മൾ അവനോട് നന്ദിയുള്ളവനായിരിക്കണം. അവൻ കാരണമാണ് ഇന്ന് ഞാൻ കുടിക്കാതിരിക്കുന്നത് എന്നുള്ള ഓർമ്മ. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആളുകളൊക്കെ കുടിക്കുമ്പോൾ അവർ കുടിക്കുന്നതിൻ്റെ കാരണം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുടിക്കാതിരിക്കാൻ അവർ സഹായിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നന്ദി അളക്കാതെ എനിക്ക് നന്ദിയുണ്ടോ, എൻ്റെ പ്രോഗ്രാമിൽ നിൽക്കുന്ന ആളുകളോട്, എന്നെ സഹായിച്ച ആളുകളോട് ആ നന്ദിയെ മുന്നോട്ട് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ നടത്തുന്നുണ്ടോ? ഇനിയും എൻ്റെ ജീവൻ ബാക്കിയായതിന് വരാൻ പോകുന്ന ആളിനോട്, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിനോട് ആ നന്ദിയാണോ ഉപാധികളില്ലാതെ പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാനും ഒരു മീറ്റിങ്ങിൽ ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക എന്നത് പോലും ആൽക്കഹോളിക്സ്, അതും വലിയ ഞാനെന്തോ വലിയ ത്യാഗം ചെയ്തു എന്ന മട്ടിലല്ല. അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ നന്ദിയുടെ പ്രകടനമാണ്. എൻ്റെ മുന്നേ കടന്നുപോയ പഴമക്കാരായ മനുഷ്യർ എനിക്ക് വേണ്ടി കാത്തുവെച്ച, അവർ കൊണ്ട വെയിലാണ് ഇന്ന് എൻ്റെ തണൽ എന്നുള്ള ഓർമ്മയോടുകൂടി ആ പ്രവർത്തനത്തെ ഞാൻ മുന്നോട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൃതജ്ഞത എന്ന് പറയുന്നത് മുന്നോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടതാണെന്നുള്ളതാണ്. ആ കൃതജ്ഞതയെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് പരാതികൾ പറയേണ്ടി വരില്ല. എന്നോട് മറ്റുള്ളവർ നന്ദി കേട് കാണിച്ചു എന്ന പരാതികൾ പറയുന്നില്ല. എല്ലാ മനുഷ്യരോടും നന്ദി ഉള്ളവനായിട്ട് എനിക്ക് മാറാനായിട്ട് പറ്റുന്നതാണ്. മുന്നോട്ട് അത് കൊടുത്തുകൊണ്ടേയിരിക്കും. അതങ്ങനെ ഉപാധികളില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നന്ദി നിറഞ്ഞ ഹൃദയമുണ്ടാവുക. വലിയതിന് മുന്നേ പറയുന്ന പോലെ തന്നെ നന്ദി നിറഞ്ഞ ഹൃദയ സ്പന്ദനം മതി മറ്റുള്ള ആളുകൾ നമ്മുടെ മുഖത്ത് അത് കാണാനായി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പരാതിയും ഈ ലോകത്തെ
അതിൻ്റെ വീക്ഷണഗതിയിൽ അല്ലെങ്കിൽ ലോകത്തെ ലോകമായി കാണാൻ പറ്റുക. അത്രത്തോളം മനോഹരമായിട്ട് എന്താണ് അപ്പോൾ പരാതികൾ ഉണ്ടാവില്ല. നമുക്ക് ചിരി താനെ നമ്മുടെ മുഖത്ത് സന്തോഷം അലയടിക്കും. പക്ഷേ നമ്മൾ ഇന്നും സാഹചര്യവും ആളുകളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാതും നമ്മൾ വിചാരിച്ച പോലെ ആകണം എന്ന് പറയുന്നിടത്ത് നമ്മൾ വിചാരിച്ച പോലെ ആകാതിരിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ ആ സാഹചര്യങ്ങളെ അതായി നേരിടാൻ സഹായിക്കുന്ന ഒന്നാ ഈ നന്ദി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. ആ കൃതജ്ഞത മുന്നോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഒരു ദിവസം പോലും വിടാതെ ഞാനൊന്ന് സോബറായി അല്ലെങ്കിൽ സുബോധത്തിലേക്ക് നിൽക്കുന്നു എന്നത് മാത്രമല്ല, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഞാനത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് നിർത്താവുന്ന ഒന്നല്ല, അത് ഒരു ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞ പോലെ ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടുപോകണം. അതിൽ പോലും അഭിമാനം പൂണ്ടുകൊണ്ട് വലിയ പ്രവർത്തനം എന്തോ നടത്തി എന്ന് പേരെടുത്ത് പറയാതെ ബാധകളില്ലാതെ എങ്ങനെ കർമ്മം ചെയ്യാമെന്ന പരിശീലനമായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.